ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം BSc വീക്കിലി കറണ്ട് അഫയർ സെക്ഷനിലോട്ട് സ്വാഗതം. അപ്പൊ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നത് 62ാമത് സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ ജില്ല ഏതെന്നാണ് അല്ലെ. അപ്പൊ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കണ്ണൂർ ജില്ലയാണ് 1ാം സ്ഥാനം നേടിയിരിക്കുന്നത്. അപ്പൊ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? കൊല്ലം ജില്ലയായിരുന്നു 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലം ജില്ലയിലാണ്. ഇനി മറ്റൊരു വേദിയാണ് 44ാമത് 2024 44ാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയെന്നാണ്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയാം. 44ാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ വേദി എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ പാലക്കാടാണ് വേദി. പാലക്കാടിലെ ചിറ്റൂരിലായിരുന്നു വേദി. പാലക്കാടിന്റെ ചിറ്റൂർ. ഇത് ആര് ഉദ്ഘാടനം ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ നിലവിലെ കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രിയായ കെ കൃഷ്ണൻകുട്ടിയാണ്. ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് കെ കൃഷ്ണൻകുട്ടിയാണ്. അപ്പൊ 44ാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് വേദി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതെന്നാണ്. അവ കേരളത്തിൽ ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ നടപ്പിലാക്കിയ പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ മലയൻകീഴ് പഞ്ചായത്താണ്. ഈ മലയൻകീഴ് പഞ്ചായത്ത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം ജില്ലയിലാണ്. മലയൻകീഴ് പഞ്ചായത്ത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ജില്ലയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2024 വേദി എവിടെയെന്നാണ്. 7ാമതായി നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2024 വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? കോഴിക്കോടായിരുന്നു. വേദിയായിരുന്നത് കോഴിക്കോടാണ്. ഇനി അടുത്തൊരു നഗരം, കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സയൻസ് ഫെസ്റ്റിവലിന് വേദിയാകുന്ന നഗരം ഏതെന്നാണ്. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര സയൻസ് ഫെസ്റ്റിവലിന് വേദിയാവുന്ന നഗരം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? തിരുവനന്തപുരമാണ് വേദിയാവുന്നത്. ഇത് ജനുവരി മാസം 15-ാം തീയതി മുതൽ ഫെബ്രുവരി മാസം 15-ാം തീയതി വരെയാണ് ഈ അന്താരാഷ്ട്ര സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത്. എവിടെ വെച്ച്? തിരുവനന്തപുരത്ത് വെച്ച്. അപ്പോൾ കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര സയൻസ് ഫെസ്റ്റിവൽ വേദിയാവുന്ന നഗരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം. ഏത് മുതൽ? ജനുവരി മാസം 15 മുതൽ ഫെബ്രുവരി മാസം 15 വരെയാണ് തീയതി. ഇനി ഒരു പുരസ്കാരമാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരെന്നാണ് ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയാം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ PN ഗോപികൃഷ്ണനാണ്. ഇദ്ദേഹത്തിന് ഈ പുരസ്കാരത്തിന് നേടിക്കൊടുത്ത കൃതി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക ചോദിക്കുകയാണെങ്കിൽ 30,000 രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക. ഓടക്കുഴൽ പുരസ്കാരം 2022 ആർക്ക് കിട്ടി എന്ന് ചോദിക്കുകയാണെങ്കിൽ അംബികാസുധൻ മങ്ങാടിനാണ്. അംബികാസുധൻ മങ്ങാടിന്റെ ഏത് കൃതിക്കാണ് 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാണവായു എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഏത് കൃതിക്കാണ്? പ്രാണവായു. അപ്പോ 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? PN ഗോപികൃഷ്ണനാണ്. ഏതാണ് കൃതി? കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന കൃതിയാണ്. ഇനി മറ്റൊരു പുരസ്കാരമാണ്. പ്രൊഫസർ MK സാനു പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ്. 2024 നൽകിയ പ്രൊഫസർ MK സാനു പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ MT വാസുദേവൻ നായരാണ്. ആർക്ക് ലഭിച്ചു? MT വാസുദേവൻ നായർക്കാണ്. ഇതിനോടൊപ്പം പ്രൊഫസർ MK സാനു എഴുതിയ ഒരു പുസ്തകം കൂടി പ്രകാശനം ചെയ്യുന്നുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പേരിലാണ്. മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം. ഇത് ആര് എഴുതി എന്ന് ചോദിക്കുകയാണെങ്കിൽ MK സാനു എഴുതിയ പുസ്തകമാണ്. അപ്പോ 2024 MK സാനു പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ MT വാസുദേവൻ നായരാണ്. ഈ പുരസ്കാരം നൽകുന്നതിനോടൊപ്പം ഒരു പുസ്തകം കൂടി അദ്ദേഹം പ്രകാശനം ചെയ്യുന്നു, മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം.
നമ്മളോട് ചോദിക്കാം മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന് പറയുന്ന പുസ്തകം ആരെഴുതി എന്ന് ചോദിച്ചാൽ ആരാണ്? അത് MK സാനു എഴുതിയ പുസ്തകമാണ്. ഇനി 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ്? 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ PK വീരമണിദാസ് ആണ്. ആർക്ക് ലഭിച്ചു? PK വീരമണിദാസിനാണ്. സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നൽകുന്നതാണ് ഹരിവരാസന പുരസ്കാരം. 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. തമ്പി അല്ലെ. 1 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാന തുകയായിട്ട് വരുന്നത്. എത്രയാണ്? 1 ലക്ഷം രൂപയാണ്. അപ്പൊ 2023 ഹരിവരാസന പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? അത് ശ്രീകുമാരൻ തമ്പിക്കും. 24 ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് ലഭിച്ചു? PK വീരമണിദാസിനാണ് 2024 ഹരിവരാസന പുരസ്കാരം. ഇനി മറ്റൊരു പുരസ്കാരം 2024 ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ്? 2024 ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ച വ്യക്തി പുനലൂർ സോമരാജ് ആണ്. ഈ പുനലൂർ സോമരാജ് എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട്. 2023 കേരള ശ്രീ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് പുനലൂർ സോമരാജൻ. അപ്പൊ പുനലൂർ സോമരാജനാണ്, അദ്ദേഹത്തിനാണ് 2024 ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിക്കുന്നു. രണ്ടാമതാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം. പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ഗോകുലം ഗോപാലനാണ്. അല്ലെ. പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് ലഭിച്ചു? ഗോകുലം ഗോപാലനാണ്. രണ്ടാമത് പുരസ്കാരം ലഭിക്കുന്നത് പുനലൂർ സോമരാജനാണ്. അല്ലെ. 2024 ഒരു കാര്യം കൂടി ഓർക്കുക, ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ എത്രാമത് ചരമ വാർഷികമാണ് നമ്മൾ ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ 150ാം ചരമ വാർഷികമാണ്. അദ്ദേഹം 1874 ആറാട്ടുപുഴ വേലായുധ പണിക്കർ അന്തരിക്കുന്നത്. അദ്ദേഹത്തിന്റെ 150ാം ചരമ വാർഷികമാണ് 2024 നമ്മൾ എന്ത് ചെയ്യുന്നത്? ആചരിക്കുന്നു. അപ്പൊ 2024 ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുനലൂർ സോമരാജനാണ്. മറ്റൊരു പുരസ്കാരം 2021 സ്വാതി സംഗീത പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരെന്നാണ്? 2021 സ്വാതി സംഗീത പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PR കുമാരകേരളവർമ്മയാണ്. PR കുമാരകേരളവർമ്മയ്ക്കാണ് 2021 സ്വാതി സംഗീത പുരസ്കാരം നേടിയിരിക്കുന്നത്. സ്വാതി സംഗീത പുരസ്കാരത്തിന്റെ സമ്മാന തുക 2 ലക്ഷം രൂപയാണ്. ഇതിന്റെ സമ്മാന തുക എത്രയാണ്? 2 ലക്ഷം രൂപയാണ്. ഇനി മറ്റൊരു പുരസ്കാരം വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ പുരസ്കാര ജേതാവാരെന്നാണ്? വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ പുരസ്കാര ജേതാവ് ചോദിക്കുകയാണെങ്കിൽ E സന്തോഷ് കുമാറാണ്. അദ്ദേഹത്തിന് ഏത് കൃതിക്കാണ് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ നാരകങ്ങളുടെ ഉപമ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചെറുകഥയ്ക്കാണ്. നാരകങ്ങളുടെ ഉപമ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചെറുകഥയ്ക്കാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? E സന്തോഷ് കുമാറാണ്. ഇനി മറ്റൊരു പരിശോധനയാണ്. സംസ്ഥാനത്തെ ആംബുലൻസുകളുടെ നിയമലംഘനം കണ്ടെത്തുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധന ഏതെന്നാണ്? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയാം. സംസ്ഥാനത്തെ ആംബുലൻസുകളുടെ നിയമലംഘനം കണ്ടെത്തുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധന അറിയപ്പെടുന്ന പേര് ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ് എന്ന പേരിലാണ്. എന്താണ്? ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ് എന്ന പേരിലാണ്. ഇനി ഒരു തദ്ദേശീയ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി റോബോട്ടിനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യ തദ്ദേശ സ്ഥാപനം ഏതെന്നാണ്? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി റോബോട്ടിനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യ തദ്ദേശ സ്ഥാപനം ചോദിക്കുകയാണെങ്കിൽ എലിക്കുളം പഞ്ചായത്താണ്. ആ എലിക്കുളം പഞ്ചായത്ത് ഏത് ജില്ലയിലെന്ന് ചോദിക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലാണ്. എലിക്കുളം പഞ്ചായത്ത് ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയെന്നാണ്? സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യത്തെ റോബോട്ടിക്
ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് RCC നമുക്കറിയാം തിരുവനന്തപുരത്താണ്. റീജിയണൽ ക്യാൻസർ സെന്റർ ആണ് RCC. അവിടെയാണ് സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇനി മറ്റൊരു പദ്ധതിയാണ് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി ഏതെന്നാണ്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ഓർമ്മത്തോണി എന്ന പേരിലാണ് പദ്ധതി അറിയപ്പെടുന്നത്. ഓർമ്മത്തോണി എന്ന പേരിലാണ്. ഇനി ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടതാണ്. 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലെ സ്പിരിച്വൽ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏതെന്നാണ്. അപ്പോ സ്പിരിച്വൽ വിഭാഗത്തിലേക്ക് 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയില് സ്പിരിച്വൽ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ പൂവ് എന്ന് പറയുന്ന ചിത്രമാണ്. ഇത് ആര് സംവിധാനം ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ബിനോയ് ജോർജും അനീഷ് ബാബുമാണ് സംവിധാനം. ബിനോയ് ജോർജ് ആൻഡ് അനീഷ് ബാബുവാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒന്ന് ഓർത്തിരിക്കുക. നമ്മളോട് എന്ത് ചെയ്യാം, PS ചോദിക്കാം. 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയില് സ്പിരിച്വൽ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏതാണ്? അത് പൂവാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് ബിനോയ് ജോർജ് ആൻഡ് അനീഷ് ബാബുവാണ്. ഇനി മറ്റൊരു പ്രധാന ക്വസ്റ്റ്യൻ ആണ്. 2024 ജാനുവരിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ഏതെന്നാണ്. അല്ലെ, രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ജാനുവരി മാസം 12-ാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഏതാണ് ആ കടൽപ്പാലം എന്നറിയാൻ നമുക്ക് അടൽ സേതുവാണ്. അത് അടൽ സേതുവാണ്. കിലോമീറ്റർ 21.8 കിലോമീറ്റർ ആണ് അടൽ സേതു. അപ്പോൾ തന്നെ 2024 ജാനുവരിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അടൽ സേതുവാണ്. എത്രയാണ് കിലോമീറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ 21.8 കിലോമീറ്റർ ആണ്. ഇത് മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടൽ സേതു എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പാലം. ഓക്കെ, അടുത്ത ദിവസം നോക്കിയോളൂ. 2024 ജാനുവരി 11 കർണാടക ഹൈക്കോടതിയുടെ അംഗീകാരത്തെ തുടർന്ന് രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന അവതരണം പുനരാരംഭിക്കുവാൻ തീരുമാനിച്ച കലാരൂപം ഏതെന്നാണ്. ഒരു കലാരൂപത്തിന് വീണ്ടും കർണാടക ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. 2024 ജാനുവരി 11 കർണാടക ഹൈക്കോടതിയുടെ അംഗീകാരത്തെ തുടർന്ന് രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന അവതരണം പുനരാരംഭിക്കുവാൻ തീരുമാനിച്ച കലാരൂപം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ കടയിൽ യക്ഷഗാനമേളയാണ്. കടയിൽ എന്ന് പറയുന്നത് ഒരു ഒരു നാടക യൂണിറ്റ് ആണ്. അവരുടെ യക്ഷഗാനമേളയാണ് കർണാടക സർക്കാർ എന്ത് ചെയ്യുന്നത്? രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന അവതരണത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. കർണാടകയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. തൊഴിലില്ലാത്ത യുവാക്കൾക്ക് കർണാടക സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി എന്തെന്നാണ്. തൊഴിലില്ലാത്ത യുവാക്കൾക്ക് കർണാടക സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് യുവനിധി പദ്ധതി. അപ്പൊ യുവനിധി പദ്ധതി ഏത് സംസ്ഥാനത്തിൽ നടപ്പിലാക്കി എന്ന് ചോദിച്ചാൽ ഏത് സംസ്ഥാനമാണ്? കർണാടകയിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. അടുത്ത് ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു. 2024 ജാനുവരിയിൽ ചന്ദുബി ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ്. 2024 ജാനുവരിയിൽ ചന്ദുബി ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസമാണ്. ഇനി ഡിഫൻസുമായി ബന്ധപ്പെട്ട 1-2 ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യ ആളില്ലാ വിമാനം ഏതെന്നാണ്. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ വിമാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ദൃഷ്ടി 10 സ്റ്റാർ ലൈൻ എന്ന് പറയുന്നതാണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ വിമാനം എന്നറിയപ്പെടുന്നു. ഇനി DRDOയുടെ ഒരു കാര്യമാണ്. DRDO അല്ലെ, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ആക്രമണ റൈഫിൾ ഏതെന്നാണ്. നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ആക്രമണ റൈഫിൾ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഉഗ്രമാണ്. അതിന്റെ പേര് ഉഗ്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ആളില്ലാ വിമാനം ചോദിക്കുകയാണെങ്കിൽ ദൃഷ്ടി 10 സ്റ്റാർ ലൈനും DRDO തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആക്രമണ റൈഫിൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഉഗ്രം എന്ന പേരിലാണ്. ഇനി ഒരു വേദിയാണ്. 27ാമത് ദേശീയ യുവജനോത്സവത്തിന്റെ വേദി എവിടെയെന്നാണ്.
ദേശീയ യുവജനോത്സവം, യുവജന ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നതും ജനുവരി മാസം 12-ാം തീയതിയാണ്. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 27ാമത് ദേശീയ യുവജനോത്സവ വേദിയായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ 27ാമത് ദേശീയ യുവജനോത്സവ വേദി ചോദിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ നാസിക്കാണ് വേദിയാവുന്നത്. ജനുവരി മാസം 12-ാം തീയതി മുതൽ 16-ാം തീയതി വരെയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ 27ാമത് ദേശീയ യുവജനോത്സവ വേദി ചോദിച്ചു കഴിഞ്ഞാൽ നാസിക്കാണ്, മഹാരാഷ്ട്രയിലാണ്. എന്ന് മുതൽ ജനുവരി 12 മുതൽ 16 വരെയാണ്. വീണ്ടും മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. 2024 ജനുവരിയിൽ അറ്റ്പാടി കൺസർവേഷൻ റിസർവ് വന്യജീവി ആവാസ കേന്ദ്രം സ്ഥാപിതമായ സംസ്ഥാനം ഏതെന്നാണ്. നോക്കിക്കോളൂ, 2024 ജനുവരിയിൽ അറ്റ്പാടി കൺസർവേഷൻ റിസർവ് വന്യജീവി ആവാസ കേന്ദ്രം സ്ഥാപിതമായ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മഹാരാഷ്ട്രയാണ്. സ്ഥാപിതമായ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഇത് കാട്ടുനായ്ക്കൾ, ചെന്നായ, കുറുക്കൻ അല്ലേ, ഇതെല്ലാം കാനിഡ് വിഭാഗത്തിലാണ് പെടുന്നതെന്ന് നമുക്കറിയാം. കാനിഡ് വിഭാഗത്തിലാണ് ഇവർ പെടുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംരക്ഷണ ആവാസ കേന്ദ്രം കൂടിയാണിത്. അപ്പോൾ 2024 ജനുവരിയിൽ അറ്റ്പാടി കൺസർവേഷൻ റിസർവ് വന്യജീവി സങ്കേതം അല്ലെങ്കിൽ ആവാസ കേന്ദ്രം സ്ഥാപിതമായ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സംസ്ഥാനത്താണ്? അതും മഹാരാഷ്ട്രയിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യകരവും ശുചിത്വമുള്ള ഫുഡ് സ്ട്രീറ്റ് സ്ഥാപിതമായ നഗരം ഏതെന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹെൽത്തി ആൻഡ് ഹൈജീനിക് ഫുഡ് സ്ട്രീറ്റ് സ്ഥാപിതമായ സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഉജ്ജയിനിയാണ്. ഉജ്ജയിനി എവിടെയെന്ന് അറിയാം? മധ്യപ്രദേശിലാണ് ഉജ്ജയിനി. ആ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യകരവും ശുചിത്വവുമുള്ള ഫുഡ് സ്ട്രീറ്റ് സ്ഥാപിതമായ നഗരം. ഇനി 2023 പ്രഖ്യാപിച്ച സ്വച്ഛ് സർവേക്ഷൺ അവാർഡാണ്. വൃത്തിയുള്ള നഗരങ്ങൾക്ക് നൽകുന്ന ഒരു പുരസ്കാരം കൂടിയാണ് സ്വച്ഛ് സർവേക്ഷൺ അവാർഡ് എന്ന് പറയുന്നത്. ഇതിൽ ഏതൊക്കെ നഗരങ്ങൾക്ക്, ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് കിട്ടിയെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങൾ 2023 അതിൽ 2 നഗരങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒന്ന് ഇൻഡോർ നമുക്കറിയാം മധ്യപ്രദേശില്, മറ്റൊന്ന് സൂറത്ത് ഗുജറാത്തിലെ സൂറത്താണ് അല്ലെ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങൾ ഏതൊക്കെയാണ് 2023 തിരഞ്ഞെടുത്തത്? ഒന്ന് ഇൻഡോർ മധ്യപ്രദേശ് 7ാം തവണയാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നത്. മറ്റൊന്ന് സൂറത്താണ്. സൂറത്ത് നമുക്കറിയാം ഗുജറാത്തിലാണ്. ഇതിൽ സ്വച്ഛ് സർവേക്ഷൺ അവാർഡിൽ മികച്ച സംസ്ഥാനമായിട്ട്, ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണ്. സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മഹാരാഷ്ട്രയാണ് സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തുള്ളത്. ഇനി ഏറ്റവും വൃത്തിയുള്ള കൺട്രോൾമെന്റ് ബോർഡായിട്ട് തിരഞ്ഞെടുത്തത് മോവാണ്. മോവ് ഏത് സ്റ്റേറ്റിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശിലാണ്. അപ്പോൾ ഏറ്റവും വൃത്തിയുള്ള കൺട്രോൾമെന്റ് ബോർഡായിട്ട് തിരഞ്ഞെടുത്ത നഗരം ഏതാണ്? മോവാണ്. മോവ് ഏത് സ്റ്റേറ്റിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശിലാണ്. ഇനി ഏറ്റവും വൃത്തിയുള്ള ഗംഗാ ടൗൺ ആയിട്ട് തിരഞ്ഞെടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗംഗാ ടൗൺ ആയിട്ട് സ്വച്ഛ് സർവേക്ഷൺ അവാർഡ് ലഭിച്ച ടൗൺ ചോദിച്ചു കഴിഞ്ഞാൽ വാരണാസിയാണ്. ഉത്തർപ്രദേശിലെ വാരണാസിയാണ് ഏറ്റവും വൃത്തിയുള്ള ഗംഗാ ടൗൺ ആയിട്ട് തിരഞ്ഞെടുത്തത്. നമ്മളോട് ഒരുപക്ഷെ ചോദിക്കാൻ ചാൻസ് കൂടുതൽ, സ്വച്ഛ് സർവേക്ഷൺ അവാർഡിൽ കേരള സംസ്ഥാനത്തെ മികച്ച ശുചിത്വ നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്, കേരള സംസ്ഥാനത്തിലെ മികച്ച ശുചിത്വ നഗരമായിട്ട് തിരഞ്ഞെടുത്തത് ആലപ്പുഴ നഗരസഭയാണ്. അതിൽ നമ്മളോട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ സംസ്ഥാനത്തെ മികച്ച ശുചിത്വ നഗരമായിട്ട് തിരഞ്ഞെടുത്ത ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ആലപ്പുഴ നഗരസഭയാണ്. ആലപ്പുഴ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളായിട്ട് സ്വച്ഛ് സർവേക്ഷൺ അവാർഡ് നേടിയ 2023 കിട്ടിയത് 2 നഗരങ്ങൾ മറക്കരുത്, ഇൻഡോറും സൂറത്തുമാണ്. ഇതിൽ ലഭിക്കുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ വിശാഖപട്ടണമാണ്. ലഭിച്ച 2023 ലഭിച്ച ദക്ഷിണേന്ത്യൻ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വിശാഖപട്ടണമാണ് ദക്ഷിണേന്ത്യൻ നഗരം. ഇനി നമുക്ക് വിശാഖപട്ടണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം. ഇന്ത്യൻ നാവികസേനയുടെ മിലാൻ 24 അഭ്യാസത്തിന് ആതിഥേയം വഹിക്കുന്ന നഗരം ഏതെന്നാണ്? ഇന്ത്യൻ നാവികസേനയുടെ മിലാൻ 24 അഭ്യാസത്തിന് ആതിഥ്യം വഹിക്കുന്ന
നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തന്നെയാണ്? വിശാഖപട്ടണമാണ്. ഇനി ഡിഫൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, 2024 ജാനുവരിയിൽ ഏതു മിസൈലിന്റെ പുതിയ പതിപ്പാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ആകാശാണ്. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ഇതിനെ പറ്റി 1-2 കാര്യങ്ങൾ ചർച്ച ചെയ്തതും കൂടിയാണ്. അതെന്ത് ചെയ്യുന്നു? വീണ്ടും 2024 ജാനുവരിയിൽ ഒരു മിസൈലിന്റെ, ഏത് മിസൈലാണ്? ആകാശ് എന്ന് പറയുന്ന മിസൈലിന്റെ പുതിയ പതിപ്പ് എന്ത് ചെയ്യുന്നു? ഇന്ത്യ വിജയകരമായിട്ട് എന്ത് ചെയ്യുന്നു? പരീക്ഷിക്കുന്നു. അപ്പോൾ 2024 ജാനുവരിയിൽ ഏത് മിസൈലിന്റെ പുതിയ പതിപ്പാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു എന്ന് ചോദിച്ചാൽ ഏതാണ്? ആകാശാണ്. ആകാശ്. ഇനി ഡിഫൻസുമായിട്ടും ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ, US, ഓസ്ട്രേലിയ, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ നാവിക സേനകൾക്കിടയിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു പ്രധാന നാവിക അഭ്യാസം ഏതെന്നാണ്? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. ഇന്ത്യ, US, ഓസ്ട്രേലിയ, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ നാവിക സേനകൾക്കിടയിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു പ്രധാന നാവിക അഭ്യാസം ഏത് പേരിലാണ്? എക്സി ഡ്രാഗൺ 2024 എന്ന പേരിലാണ്. അപ്പോൾ എക്സി ഡ്രാഗൺ 2024 വേദി എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ US ആണ്, അമേരിക്കയാണ്. വേദി എവിടെയാണ്? അമേരിക്കയാണ്. അപ്പോൾ എക്സി ഡ്രാഗൺ 2024 വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അമേരിക്കയാണ്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യ, US, ഓസ്ട്രേലിയ, ദക്ഷിണ കൊറിയ, ജപ്പാൻ രാജ്യങ്ങൾ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പദ്ധതിയിൽ, ഈ നാവിക അഭ്യാസത്തിൽ എന്ത് ചെയ്യുന്നത്? പങ്കെടുക്കുന്ന രാജ്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പുസ്തകമാണ്. മോദി എനർജൈസിംഗ് എ ഗ്രീൻ ഫ്യൂച്ചർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്നാണ്? മോദി എനർജൈസിംഗ് എ ഗ്രീൻ ഫ്യൂച്ചർ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ഭൂപേന്ദ്ര യാദവ് ആണ്. നിലവില് കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് മന്ത്രിയാണ് ഭൂപേന്ദ്ര യാദവ്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് മോദി എനർജൈസിംഗ് എ ഗ്രീൻ ഫ്യൂച്ചർ. മറ്റൊരു പുസ്തകം മുൻ RBI ഗവർണർ രഘുറാം രാജനും ഡോക്ടർ രോഹിത് ലാംബയും ചേർന്ന് എഴുതിയ പുസ്തകം ഏതെന്നാണ്? മുൻ RBI ഗവർണർ രഘുറാം രാജനും ഡോക്ടർ രോഹിത് ലാംബയും ചേർന്ന് എഴുതിയ പുസ്തകമാണ് ബ്രേക്കിംഗ് ദി മോൾഡ്. അപ്പൊ ബ്രേക്കിംഗ് ദി മോൾഡ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ 2 വ്യക്തികൾ, ഒന്ന് രഘുറാം രാജൻ, മറ്റൊന്ന് രോഹിത് ലാംബയാണ്. ഇനി ഒരു മൊബൈൽ ആപ്പാണ്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയ്ക്ക് കീഴിലുള്ള അല്ലെങ്കിൽ നാഷണൽ സർവൈലൻസ് പ്രോഗ്രാം ഫോർ അക്വാട്ടിക് അനിമൽസ് ഡിസീസ് രാജ്യത്തുടനീളമുള്ള മത്സ്യരോഗങ്ങൾ നിരീക്ഷിക്കുന്നതിനായിട്ട് ഒരു മൊബൈൽ ആപ്പ് പുറത്തിറക്കി. ഏതെന്നാണ്? അത് റിപ്പോർട്ട് ഫിഷ് ഡിസീസ് എന്നാണ് അതിന്റെ പേര്. റിപ്പോർട്ട് ഫിഷ് ഡിസീസ് എന്നാണ് ആ മൊബൈലിന്റെ ആപ്പ്. അപ്പോൾ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയ്ക്ക് കീഴിലുള്ള രാജ്യത്ത് ഉടനീളമുള്ള മത്സ്യരോഗങ്ങൾ നിരീക്ഷിക്കുന്നതിനായിട്ട് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് റിപ്പോർട്ട് ഫിഷ് ഡിസീസ് എന്ന് പറയുന്നതാണ് അതിന്റെ ആപ്പ്. ഇനി ഒരു നിയമനമാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTOന്റെ അംബാസിഡറായി നിയമിച്ച വ്യക്തി ആരെന്നാണ്? അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള ഒരു അംബാസിഡറായിട്ട് നിയമിച്ചൊരു വ്യക്തി സെന്തിൽ പാണ്ഡ്യനാണ്. നിയമിച്ചിരിക്കുന്നത് സെന്തിൽ പാണ്ഡ്യനാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 ജാനുവരിയിലാണ് രൂപീകരിക്കുന്നത്. അതിൽ ഇന്ത്യയിൽ നിന്നുള്ള അംബാസിഡറായിട്ട് നിയമിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? സെന്തിൽ പാണ്ഡ്യനാണ് നിയമിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു നിയമനമാണ്. 2024 ജാനുവരിയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSCയുടെ അംഗമായി ചുമതലയേറ്റ വ്യക്തി ആരെന്നാണ്? അപ്പൊ 2024 ജാനുവരിയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗമായി ചുമതലയേറ്റ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ഷീൽ വർദ്ധൻ സിംഗ് ആണ് അംഗമായിട്ട് ചുമതലയേറ്റ വ്യക്തി. UPSCയുടെ നിലവിലെ ചെയർമാൻ ആരെന്ന് നമുക്കറിയാം? മനോജ് സോണിയാണ്. UPSCക്ക്. UGCക്ക് ജഗദീഷ് കുമാറാണ് UGC. അപ്പോ 2024 UPSCയുടെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗമായിട്ട് ചുമതലയേറ്റ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ഷീൽ വർദ്ധൻ സിംഗ് ആണ്. ഓക്കെ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. 2024 യുനെസ്കോയുടെ ലോക പൈതൃക സമിതിയിൽ അധ്യക്ഷ വഹിക്കുന്ന രാജ്യം ഏതെന്നാണ്? യുനെസ്കോയുടെ ലോക പൈതൃക സമിതിയിൽ അധ്യക്ഷ വഹിക്കുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയാണ്. 2024 ജൂലൈ മാസം 21 മുതൽ 31 വരെയാണ് ഇതിന്റെ വേദി. 31 വരെയാണ് ഇത് നടക്കുന്നത്. 31 വരെയാണ്.
എത്രാമത്തെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 46-ാമത്തെയാണ് ഇത് നടക്കാൻ പോകുന്നത്. എത്രയാണ് ഈ കമ്മിറ്റി? 46-ാമത്തെ കമ്മിറ്റിയാണ്. സോ എവിടെയാണ് വേദി എന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയാണ് എന്ത് ചെയ്യുന്നത്? വേദിയാവുന്നത് ന്യൂഡൽഹിയിലാണ്. അപ്പോ 2024 യുനെസ്കോയുടെ ലോക പൈതൃക സമിതിയിൽ അധ്യക്ഷം വഹിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഇന്ത്യയാണ്. വേദി ന്യൂഡൽഹിയിലാണ് നടക്കുന്നത്. 2024 ജൂലൈ മാസം 21 മുതൽ ജൂലൈ മാസം 31 വരെയാണ് ഇത് നടക്കുന്നത്. എത്രാമത്തെ എഡിഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 46-ാമത്തെ എഡിഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇനി 81-ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ്. ചലച്ചിത്ര മേഖലയിലേക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം. അപ്പൊ 81-ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം അത് നമുക്ക് ഏതൊക്കെ ആർക്കൊക്കെ എന്ന് നോക്കാം. ഇതില് മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തിരുന്നത് ഓപ്പൺ ഹൈമർ ആണ്, അല്ലെ? ഓപ്പൺ ഹൈമർ ആണ്. ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹൈമർ എന്ന് പറയുന്നതാണ് മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതില് മികച്ച സിനിമ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുവർ തിങ്സ് എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പുവർ തിങ്സ് ആണ്. ഇനി മികച്ച സംവിധായകൻ, 81-ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിലെ മികച്ച സംവിധായകൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്രിസ്റ്റഫർ നോളൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഓപ്പൺ ഹൈമർ സംവിധാനം ചെയ്ത ക്രിസ്റ്റഫർ നോളൻ ആണ് മികച്ച സംവിധായകനായിട്ട് വന്നിരിക്കുന്നത്. മികച്ച നടൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ കിലിയൻ മർഫിയാണ്. മികച്ച നടൻ ആരാണ്? കിലിയൻ മർഫിയാണ്. അത് ഓപ്പൺ ഹൈമറിൽ അഭിനയിച്ച കിലിയൻ മർഫിയാണ് മികച്ച നടനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ മികച്ച സിനിമ അതില് ഓപ്പൺ ഹൈമർ ആണ്. മികച്ച സിനിമ അത് മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ പുവർ തിങ്സ് ആണ്. മികച്ച സംവിധായകൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്രിസ്റ്റഫർ നോളൻ ആണ്. മികച്ച നടൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ കിലിയൻ മർഫിയാണ് മികച്ച നടനായിട്ട് വന്നിരിക്കുന്നത്. മികച്ച നടി ചോദിക്കുകയാണെങ്കിൽ ലില്ലി ഗ്ലാഡ്സ്റ്റോൺ ആണ് മികച്ച നടി. ലില്ലി ഗ്ലാഡ്സ്റ്റോണിന് ഏത് സിനിമയുടെ അഭിനയത്തിനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ എന്ന് പറയുന്ന അഭിനയത്തിനാണ്. കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ എന്ന് പറയുന്ന അഭിനയത്തിനാണ് മികച്ച നടിക്ക് ആർക്ക് കിട്ടുന്നു? ലില്ലി ഗ്ലാഡ്സ്റ്റോണിന് കിട്ടുന്നു. ഇനി മികച്ച അന്യഭാഷാ ചിത്രം ഏതെന്നാണ്. മികച്ച അന്യഭാഷാ ചിത്രം ഏതെന്ന് ചോദിക്കണമെങ്കിൽ അനാട്ടമി ഓഫ് എ ഫാൾ എന്ന് പറയുന്ന സിനിമയാണ്. അനാട്ടമി ഓഫ് എ ഫാൾ എന്ന് പറയുന്നത് ഫ്രഞ്ച് ചിത്രമാണ്. അതിനാണ് മികച്ച അന്യഭാഷാ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച അനിമേഷൻ ചിത്രം ഏതെന്നാണ്. മികച്ച അനിമേഷൻ ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ദ ബോയ് ആൻഡ് ഹീറോയിൻ എന്ന് പറയുന്നതാണ് മികച്ച അനിമേഷൻ ചിത്രം. അപ്പോൾ മികച്ച നടി ചോദിക്കുകയാണെങ്കിൽ ലില്ലി ഗ്ലാഡ്സ്റ്റോൺ ആണ്. ഏതാണ് സിനിമ? കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ എന്ന് പറയുന്ന സിനിമയ്ക്കും. മികച്ച അന്യഭാഷാ ചിത്രം ചോദിക്കുകയാണെങ്കിൽ അനാട്ടമി ഓഫ് എ ഫാൾ എന്ന് പറയുന്ന ഫ്രഞ്ച് ചിത്രത്തിനും. മികച്ച അനിമേഷൻ ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ദ ബോയ് ആൻഡ് ഹീറോയിൻ എന്ന് പറയുന്നതാണ് മികച്ച അനിമേഷൻ ചിത്രം. ഇനി ഒരു രാജിയും അതിനോടൊപ്പം വന്ന ഒരു നിയമനമാണ്. 2024 ജാനുവരിയിൽ കുടിയേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് രാജിവെച്ച എലിസബത്ത് ബോൺ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു എന്നാണ്. ഓക്കെ, അപ്പൊ എലിസബത്ത് ബോൺ ഫ്രാൻസിലെ പ്രധാനമന്ത്രിയായിരുന്നു. 2024 ജാനുവരിയിൽ കുടിയേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു? എലിസബത്ത് ബോൺ രാജിവെക്കുന്നു. ഈ രാജിവെച്ചതിനെ തുടർന്ന് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ഗബ്രിയേൽ അറ്റൽ ആണ്. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാണ്? ഗബ്രിയേൽ അറ്റൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഫ്രാൻസിന്റെ നിലവിലെ പ്രധാനമന്ത്രി. രാജിവെച്ച പ്രധാനമന്ത്രി എലിസബത്ത് ബോണും നിലവിൽ ആരാണ് ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഗബ്രിയേൽ അറ്റൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി വീണ്ടും ഒരു പ്രധാനമന്ത്രി വന്നിരിക്കുകയാണ്. ഭൂട്ടാന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി. ഇന്ത്യയുടെ അയൽ രാജ്യമാണ് ഭൂട്ടാൻ. ഭൂട്ടാന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ഷെറിൻ ടോബ്ഗെ ആണ്. ഷെറിൻ ടോബ്ഗെ ആണ് ഭൂട്ടാന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റത്. അപ്പോൾ ഭൂട്ടാന്റെ പുതിയ പ്രധാനമന്ത്രി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഷെറിൻ ടോബ്ഗെയും. ഗബ്രിയേൽ അടൽ ഏതിന്റെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഗബ്രിയേൽ അടൽ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ജാനുവരിയിൽ ആപ്പിളിനെ പിന്നിലാക്കി ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയ കമ്പനി ഏതെന്നാണ്. ആപ്പിളിനെ പിന്നിലാക്കി ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായിട്ട് വന്നത് ഏതാണ്? മൈക്രോസോഫ്റ്റ് ആണ്. കമ്പനിയായിട്ട് വന്നത് മൈക്രോസോഫ്റ്റ് ആണ്. ഇനി അടുത്ത 2024 ഇന്ത്യയുടെ ഒരു സ്ഥാനമാണ്.
ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 80ാം സ്ഥാനമാണ് തന്നിരിക്കുന്നത്. ഇത് വീണ്ടും മാറാവുന്നതാണ്. നിലവിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 80ാം സ്ഥാനമാണ്. അപ്പൊ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എത്രാം സ്ഥാനമാണ്? 80ാം സ്ഥാനമാണ് ഇന്ത്യയുടെ സ്ഥാനം. ഇനി ഈ ആഴ്ചയിലെ പ്രധാന ദിനങ്ങളാണ്. ജാനുവരി 9 അല്ലെ, പ്രവാസി ഭാരതീയ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. പ്രവാസി ഭാരതീയ ദിവസ്. മഹാത്മാഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ച് ഇന്ത്യയിൽ വന്ന 1915 ജാനുവരി മാസം 9ാം തീയതിയാണ് തിരിച്ചു വന്നത്. ആ ജാനുവരി 9 നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നു. ജാനുവരി 10 ലോക ഹിന്ദി ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നു. ജാനുവരി 10 ലോക ഹിന്ദി ദിനം. എന്നാണ് ദേശീയ ഹിന്ദി ദിനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെപ്റ്റംബർ മാസം 14ാം തീയതി നമ്മൾ എന്ത് ദിനം? ദേശീയ ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നു. ലോക ഹിന്ദി ദിനമാണ് ജാനുവരി 10. ജാനുവരി 12 നമ്മൾ ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നു അല്ലെ. നമ്മൾ അല്പം മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നത്? ദേശീയ യുവജന ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഇനി ഒരു വീക്ക് ഡേയ്സ് ആണ്. ജാനുവരി 11 മുതൽ 17 വരെ നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ നാഷണൽ റോഡ് സേഫ്റ്റി വീക്ക് ആയിട്ടാണ് ആചരിക്കുന്നത്. ജാനുവരി 11 മുതൽ 17 വരെ നമ്മൾ നാഷണൽ റോഡ് സേഫ്റ്റി വീക്ക് ആയിട്ട് ആചരിക്കുന്നു. 2024 നാഷണൽ റോഡ് സേഫ്റ്റി വീക്കിന്റെ തീം എന്തെന്ന് ചോദിച്ചാൽ ബി എ റോഡ് സേഫ്റ്റി ഹീറോ എന്നാണ് ഇതിന്റെ തീം. അപ്പൊ ഇതൊന്ന് ഓർക്കുക. നാഷണൽ റോഡ് സേഫ്റ്റി വീക്കായിട്ട് ആചരിക്കുന്നത് ജാനുവരി മാസം 11 മുതൽ 17 വരെയാണ്. ഇനി ഈ ആഴ്ചയിൽ നമുക്ക് പ്രധാന വിയോഗങ്ങൾ ഏതൊക്കെയെന്നാണ്. 2024 ജാനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഗായകൻ ആരെന്നാണ്? 2024 ജാനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഗായകൻ ആരെന്ന് ചോദിച്ചാൽ ഉസ്താദ് റാഷിദ് ഖാനാണ്. ഉസ്താദ് റാഷിദ് ഖാന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത് 2006 പത്മശ്രീ. പത്മവിഭൂഷൺ നൽകി അദ്ദേഹത്തിനെ ആദരിച്ചു. പത്മവിഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചത് 2022 അപ്പോ അന്തരിച്ച ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഗായകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഉസ്താദ് റാഷിദ് ഖാനാണ്. അടുത്ത് വീണ്ടും ഒരു വിയോഗം. 2024 ജാനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏത് കലാരൂപമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. കൊട്ടാരക്കര ഭദ്ര ഏത് കലാരൂപമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏത് കലാരൂപമാണ്? കഥകളിയാണ്. ഇനി മറ്റൊരു വിയോഗം. 2024 അന്തരിച്ച പ്രശസ്ത ബ്രസീലിയൻ ഫുട്ബോൾ താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാരിയോ സാഗലോ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോ അദ്ദേഹം 2024 അന്തരിച്ച പ്രശസ്ത ബ്രസീലിയൻ ഫുട്ബോൾ താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മാരിയോ സാഗലോ എന്ന് പറയുന്ന വ്യക്തിയാണ്. നിരവധി തവണ ബ്രസീലിന് ഫുട്ബോൾ വാങ്ങി കൊടുത്ത സമയത്തെ ബ്രസീൽ ടീമിലെ അംഗം കൂടിയായിരുന്നു ഈ വ്യക്തി, മാരിയോ സാഗലോ എന്ന് പറയുന്ന വ്യക്തി. ഇനി നോക്കിക്കോളൂ അടുത്ത ക്വസ്റ്റ്യൻ. 2024 സാഗ്രബ് ഓപ്പൺ ഗുസ്തി വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരെന്നാണ്? 2024 സാഗ്രബ് ഓപ്പൺ ഗുസ്തി വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അമൻ സെഹ്രാവതാണ്. സ്വർണം നേടിയ ഇന്ത്യൻ താരം അമൻ സെഹ്രാവതാണ്. അപ്പൊ 2024 സാഗ്രബ് ഓപ്പൺ ഗുസ്തി ടൂർണമെന്റിന്റെ വേദി എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ കോസ്റ്റാറിക്കയാണ്. വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? കോസ്റ്റാറിക്കയാണ് വേദിയായിട്ട് വന്നിരിക്കുന്നത്. കോസ്റ്റാറിക്കയാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളപ്പോ കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ ഒരു 5 ക്വസ്റ്റ്യൻ തന്നതിന് ശേഷം നിങ്ങളോട് ആൻസർ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലരും ആൻസർ രേഖപ്പെടുത്തിയിരിക്കുന്നു. സന്തോഷം. ഓക്കെ, ഇതാ നോക്കൂ, നമുക്ക് ആ 5 ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കിയിട്ട് പോകാം. അതിലൊന്ന് 18ാമത് G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇന്ത്യയാണ്. ലൂപെക്സ് എന്ന ചാന്ദ്ര ദൗത്യത്തിൽ ഇന്ത്യക്കൊപ്പം സഹകരിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ജപ്പാനാണ്. ഇനി ഇന്ത്യയിൽ ചെറുധാന്യങ്ങളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പുതിയ വാക്കിന്റെ പേര് ചോദിച്ചു. അത് ശ്രീ അന്ന എന്ന പേരിലാണ്. 2023 നമ്മൾ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ഇയർ ആയിട്ടാണ് നമ്മൾ ആചരിച്ചത്. 4ാമതൊരു ക്വസ്റ്റ്യൻ. വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രം, സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, കണക്ക് എന്നീ വിഷയങ്ങളിൽ പ്രോത്സാഹനം നൽകുവാനും സ്പേസ് സയൻസിൽ പ്രത്യേക താല്പര്യം വളർത്തുന്നതിനുമായി ISRO നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി, അതിന്റെ പേര് യുവിക എന്ന പേരിലാണ്. പദ്ധതിയുടെ പേര് യുവിക എന്ന പേരിലാണ്. 2023 ഭൗമശാസ്ത്ര സൂചിക പദവി ലഭിച്ച ജമ്മു കാശ്മീരിലെ പെയിന്റിംഗ് ഏതെന്നായിരുന്നു മറ്റൊരു ക്വസ്റ്റ്യൻ. അത് ബലോഷി പെയിന്റിംഗ് എന്ന പേരിലാണ്. കിട്ടാത്തവർ ഇതൊന്ന് എഴുതിയെടുക്കുക. അപ്പൊ നമുക്ക് ഈ ആഴ്ചയിലെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്നാണ് ഒന്ന്
2023 കിളിമഞ്ചാരോ കീഴടക്കിയ 2023 കിളിമഞ്ചാരോ എന്ന് പറയുന്ന കൊടുമുടി കീഴടക്കിയ IAS ഉദ്യോഗസ്ഥനെ ആരെന്നാണ്? ഒരു ഇന്ത്യൻ IAS ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുന്നു? ഇത് കീഴടക്കിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2023 ഏപ്രിലിൽ 75-ാം വാർഷികം ആഘോഷിച്ച ആഗോള പ്രസ്ഥാനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. 75-ാം വാർഷികം ആഘോഷിച്ച ആഗോള പ്രസ്ഥാനം ഏതെന്നാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര ജലശക്തി മന്ത്രാലയവും ബ്രഹ്മകുമാരീസ് ഓർഗനൈസേഷൻ എന്നിവ ചേർന്ന് സംഘടിപ്പിക്കുന്ന ജലസംരക്ഷണ യജ്ഞം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഒരിക്കൽ കൂടി പറയാം. കേന്ദ്ര ജലശക്തി മന്ത്രാലയവും ബ്രഹ്മകുമാരീസ് ഓർഗനൈസേഷൻ എന്നിവ ചേർന്ന് സംഘടിപ്പിക്കുന്ന ജലസംരക്ഷണ യജ്ഞം ഏത് പേരിലെന്നാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത് ഇന്ത്യ വിന്റർ ഗെയിംസ് നടന്നത് എവിടെയെന്നാണ്. മൂന്നാമത് ഇന്ത്യ വിന്റർ ഗെയിംസിന് വേദിയായതാണ്. 5, രാജ്യത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുമുള്ള 750 വിദ്യാർത്ഥിനികൾ ഏത് ഉപഗ്രഹത്തിന്റെ നിർമ്മാണത്തിലാണ് പങ്കാളിയായി എന്നാണ് ക്വസ്റ്റ്യൻ. രാജ്യത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 750 വിദ്യാർത്ഥിനികൾ ഏത് ഉപഗ്രഹത്തിന്റെ നിർമ്മാണത്തിനാണ് പങ്കാളി ആയി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ 5 ക്വസ്റ്റ്യനും എന്ത് ചെയ്യുക? ഒന്ന് ആൻസർ ചെയ്യപ്പെടുത്തുക. അപ്പോൾ പ്രീവിയസ് നേരത്തെ ചെയ്തതുപോലെ ഒരു ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യുക? പഴയ ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്ന കഴിഞ്ഞ ആഴ്ചയിലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? ഒന്ന് എഴുതിയെടുക്കുക. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.